ലിപ്സ്റ്റിക്കുകൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രശ്നമാണല്ലോ ലിപ് പിഗ്മെൻറ്റേഷനും അതുപോലെ ലിപ് ഡ്രൈനസ്സും. ഇത് രണ്ടും ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. സോ ഈ പറഞ്ഞു തരുന്ന എല്ലാ ടിപ്സും ഞാൻ പേഴ്സണലി ഫോളോ ചെയ്തിട്ട് എഫക്റ്റീവ് ആണെന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടി ലിപ്സ്റ്റിക്കുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ലോങ് ലാസ്റ്റിംഗ് ഫോർമുലയെക്കാട്ടിലും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഹൈഡ്രേറ്റിങ്ങും കംഫർട്ടബിളും ആയിട്ടുള്ള ഫോർമുലയിലുള്ള ലിപ്സ്റ്റിക്കാണ്. കാരണം എൻ്റെ ലിപ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആവുന്ന ലിപ്സാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഏത് ലിപ്സ്റ്റിക് ആണെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് ഒരു 10 to 15 മിനിറ്റ് മുന്നേ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ലിപ് ബാം ലിപ്സിൽ അപ്ലൈ ചെയ്യണം. അത് SPF ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം അത് നമ്മളെ സൺ ഡാമേജിൽ നിന്നും അതുപോലെ തന്നെ ഈ ലിപ്സ്റ്റിക്കുകളിലുള്ള കെമിക്കൽസിൽ നിന്നൊക്കെ ലിപ്സിന് കുറച്ചുകൂടി നല്ലൊരു പ്രൊട്ടക്ഷൻ തരും. അപ്പം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ് മാസ്ക് ആണ് കേട്ടോ. കാരണം എൻ്റെ ലിപ്സ് എക്സ്ട്രീംലി ഡ്രൈങ് ആയതുകൊണ്ട് തന്നെ ലിപ് ബാമിനെക്കാട്ടി കുറച്ചുകൂടി എനിക്ക് സ്യൂട്ട് ആയത് ഈ ഒരു ലിപ് മാസ്ക് ആണ്. അപ്പം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഒരു 15 മിനിറ്റ് മുന്നേ ഞാൻ 15 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ ഈ ഒരു ലിപ് ബാം ഈ ലിപ് മാസ്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഞാനൊന്ന് അപ്ലൈ ചെയ്യാമേ. 10 മിനിറ്റിന് ശേഷം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ജസ്റ്റ് എക്സസ് ആയിട്ടുള്ള ലിപ് ബാം ചുണ്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയണം. കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയേ ചെയ്യാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒപ്പിയെടുക്കണം. ഇനി നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇതായിട്ട് കിടന്നുറങ്ങുന്നേക്കാൾ മുന്നേ നമ്മുടെ ലിപ്സിലുള്ള ലിപ്സ്റ്റിക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കളയണം. അതിന് നമുക്ക് മൈസലർ വാട്ടറോ ക്ലെൻസിങ് ബാമോ ക്ലെൻസിങ് ഓയിലോ എന്തായാലും അത് വെച്ച് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നൈറ്റ് ടൈമിലും നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ലിപ് മാസ്കോ അല്ലെങ്കിൽ ലിപ് ബാമോ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലിപ് കെയറിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ലിപ് പിഗ്മെൻറ്റേഷനും അതുപോലെ ലിപ് ഡ്രൈനസ്സും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഇനി എന്തെങ്കിലും ടിപ്സ് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.